ദുരന്ത നിവാരണത്തിന് ആവശ്യമായ പണം കേരളത്തിനുണ്ട് എന്ന് വീണ്ടും പറയുകയാണ് കേന്ദ്രം. അതെ, SDRF-ൽ 782.99 കോടി രൂപയുണ്ട്. 2024-25 വർഷത്തേക്ക് 388 കോടി രൂപ അനുവദിച്ചിരുന്നു. വയനാട് ദുരന്തത്തെ ചട്ടങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. എന്നാൽ അതീവ ഗൗരവ സ്വഭാവമുള്ള ദുരന്തമായി മന്ത്രിതല സമിതി വിലയിരുത്തിയതായും കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണ്. ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, വീണ്ടും SDRF ഫണ്ടിൽ പണമുണ്ട്, അതുകൊണ്ട് കയ്യിൽ പണമുണ്ട്, അതെടുത്ത് ചെലവഴിക്കൂ എന്ന നിലപാട് തന്നെയാണോ? മറ്റെന്താണ് ഈ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ വിശദീകരണം? ഗിരീഷ്, കേന്ദ്ര സർക്കാർ വിവിധ സമയങ്ങളിലായി SDRF-ലേക്ക് പണം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതായത് 2024-2025 വർഷത്തേക്ക് 388 കോടി രൂപയാണ് അനുവദിച്ചത്. അതിൽ 291 കേന്ദ്ര വിഹിതവും 96 കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ് എന്നാണ് ഇപ്പോൾ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP നൽകിയ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാം ഘട്ടത്തിൽ 145.60 കോടി രൂപ ജൂലൈ മാസത്തിൽ നൽകിയിരുന്നു. രണ്ടാം ഘട്ടത്തിലും തുല്യമായ തുക കേന്ദ്ര വിഹിതം എന്നുള്ള നിലയ്ക്ക് തന്നെ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ച പ്രകാരമാണെങ്കിൽ 2024 ഏപ്രിൽ 1-ന് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ ഏകദേശം 394.99 കോടി രൂപയും ഉണ്ട്. അതായത് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏകദേശം 788.299 കോടി രൂപ നിലവിൽ തന്നെ SDRF-ൽ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ദുരന്ത നിവാരണത്തിന് ഇത് മതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് 2219.033 കോടി രൂപയ്ക്കുള്ള ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ്, അത് ഇപ്പോൾ മന്ത്രിതല സംഘത്തിന്റെ പരിഗണനയിലാണ്. നവംബർ 13-നാണ് ഇത് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് പരിശോധിക്കുന്നതിനുള്ള ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ഇത് പരിശോധിച്ചു വരികയാണ് എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതുപോലെ SDRF-ന്റെയോ NDRF-ന്റെയോ ഗൈഡ് ലൈൻസ് പ്രകാരം, മാനദണ്ഡങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. മാത്രമല്ല, ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തെ ഒരു സിവിയർ നേച്ചർ എന്നുള്ള നിലയ്ക്ക്, അതായത് അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു ഡിസാസ്റ്ററായി കാണാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രതല സംഘം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 5 കൊല്ലം രാജ്യത്താകമാനം തന്നെ നൽകിയിട്ടുള്ള കേന്ദ്ര സഹായത്തിന്റെ വിവരങ്ങളും ഈ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഈ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പരിഗണിക്കുമ്പോൾ ആ രീതിയിൽ കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന് എത്ര നാൾ കാത്തിരിക്കണം? ഇപ്പോൾ സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ അതിൽ കേന്ദ്രത്തിന്റെ ഒരു പരിശോധനയൊക്കെ എത്ര സമയം കാത്തിരിക്കേണ്ടി വരും? അതിന് നവംബർ 13-ന് മാത്രമാണ് ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സംസ്ഥാനം നൽകിയിട്ടുള്ള ഒരു അസസ്മെന്റ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നവംബർ 13-ന് മാത്രമാണ്. ഇതിപ്പോൾ പരിശോധിച്ചു വരുന്നു. അതായത് ഒരു 2 ആഴ്ച മുമ്പ് മാത്രമേ ഇത് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അപ്പോൾ അതിന് സമയമെടുക്കും. എന്നാലും ഇത് പണം നൽകില്ല എന്നൊന്നും കേന്ദ്ര സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ച KV തോമസ് MP, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കേന്ദ്ര സഹായം ഉണ്ടാകും എന്നുള്ള തന്നെയാണ് ഒരു സൂചന നൽകിയിട്ടുള്ളത്. എന്തായാലും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കേരളത്തെ അവഗണിക്കുകയാണ് എന്നൊരു പരാതി തന്നെയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും കേരളത്തിന്റെ ഖജനാവിൽ പണമുണ്ട് എന്നൊരു വാദമാണ് കേന്ദ്ര സർക്കാർ നികത്തുന്നത്. ബസന്ത് സൂചിപ്പിച്ച പോലെ കേന്ദ്രം പണം തരില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇത്ര ഫണ്ട് കേരളത്തിന്റെ കൈവശമുണ്ട്. നവംബർ 13-ന് മാത്രമാണ് കേരളം ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ വിശദമായ പഠനങ്ങൾ നടത്തി വരുന്നതേ ഉള്ളൂ. പിന്നെ തീവ്ര സ്വഭാവമുള്ള ദുരന്തം എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാത്തിരിക്കെ തൽക്കാലം നിർവാഹമുള്ളൂ.